സൂപ്പർ സ്പീഡോ, നമുക്കിപ്പോ പപ്പുലുവിനെ പിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് സൂട്ട് തിരികെ വാങ്ങിയേ പറ്റൂ. യെസ് ബ്രോ, സൂട്ട് മാത്രമല്ല അവന്റെ പാൻസും കോട്ടും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതിൽ തീ പിടിക്കുന്നേയില്ലല്ലോ. കൊള്ളാം, കലക്കി. ഒരു പ്രാവശ്യം ഞാൻ ഇതിൽ മറ്റുള്ള ടെസ്റ്റും ചെയ്ത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം സക്സസ്ഫുൾ ആകും. എന്റെ ഈ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം 100% ടെസ്റ്റ് ചെയ്ത് വളരെ സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ ഏത് സമയത്ത് എന്ത് പ്രശ്നവും ഉണ്ടാകാം. ഓ, ആരാ ഈ സമയത്ത്? ഒരുപാട് പേരുണ്ടല്ലോ, അതും കയ്യിൽ ഗണ്ണും ഉണ്ട്. ഓ ഗോഡ്, എനിക്ക് തോന്നുന്നത് ഇവർക്ക് എന്റെ പുതിയ കണ്ടുപിടുത്തത്തെ കുറിച്ചുള്ള മെസ്സേജ് കിട്ടിക്കാണും. ഇപ്പൊ ഞാൻ എന്റെ പുതിയ ഇൻവെൻഷൻ അവരുടെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷിക്കും? ഡോക്ടർ ഖുറാന, ഡോർ ഓപ്പൺ ചെയ്യേ. ഈ ഗാർഡ്സ് എല്ലാം എന്റെ ആളുകൾ തന്നെയാണ്. ഷേടാ, ഇവൻ എന്റെ കൂട്ടുകാരനാണ്, മാർഷൽ. ഡോക്ടർ ഖുറാന, നിങ്ങൾ എത്ര സ്പെഷ്യൽ ഗാർഡ്സ് വേണമെന്ന് ചോദിച്ചോ അതിലും കൂടുതൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ശരി, ഓക്കെ. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ പുതിയ ഇൻവെൻഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അല്ലല്ല, ഇപ്പോഴല്ല. ആദ്യം നമ്മുടെ കീക്കോ ഇവിടെ വരട്ടെ. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവനത് ഡീൽ ചെയ്തോളും. അല്പസമയത്തിനുള്ളിൽ കീക്കോ ഇവിടെ എത്തും. എന്നാൽ ശരി, അതിനു മുമ്പ് എന്നോടൊരു കാര്യം പറയൂ. നിങ്ങൾ ഇപ്പൊ ഏത് തരം സാധനമാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ ആകുന്നത്? ആദ്യം നമ്മുടെ കീക്കോ ഇവിടെ വരട്ടെ, എന്നിട്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയാം. പബ്ലു, എന്താണ് ഇതൊക്കെ? മേയറങ്കിൾ, നിങ്ങൾക്ക് അതുപോലും അറിയില്ലേ? അത് ന്യൂസ് പേപ്പർ ആണ്. ആദ്യത്തെ കാര്യം, ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ന്യൂസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം അതെന്താണെന്ന് വെച്ചാൽ പബ്ലു, വീട്ടിൽ വെച്ച് മാത്രം അങ്കിൾ എന്ന് വിളിച്ചാൽ മതി. ഇവിടെ ഓഫീസിൽ ഞാൻ നിന്റെ ബോസ് ആണ്. കോൾ മീ സർ. ഇപ്പൊ ഇതിൽ എന്ത് ന്യൂസാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ആഴമുള്ള വെള്ളത്തിന്റെ നടുവിൽ രണ്ട് ബോട്ടുകൾ തമ്മിൽ ഇടിച്ചെന്നോ? എന്താണ്? അല്ല, ഞാനിതിൽ തെറ്റായിട്ട് എന്താ എഴുതിയിരിക്കുന്ന അങ്കിൾ? അല്ല ബോസ്. അതൊന്നും ഒറിജിനൽ ബോട്ട് അല്ല. അത് വെറും പേപ്പറിൽ ഉണ്ടാക്കിയ പേപ്പർ ബോട്ട്സ് ആണ്. കൊച്ചു കുട്ടികളൊക്കെ ആറ്റിലും കുളത്തിലും ഒക്കെ ഇട്ട് കളിക്കുന്നത്. നീ ആ ന്യൂസ് പോലും വിട്ടുവെച്ചില്ലേ? അതും ഫോട്ടോ എടുത്തുകൊണ്ട്. പിന്നെ ഇന്നലെ നീ എന്ത് ന്യൂസാണ് കൊണ്ടുവന്നത്? രാത്രി പകലായിട്ട് നീ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു അല്ലേ? നീ കാരണം ഈ ന്യൂസ് പേപ്പർ ബിസിനസ് അടച്ചു പൂട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നീ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയത് മുതൽ നിനക്കൊരു നല്ല ന്യൂസ് പോലും തരാൻ പറ്റിയിട്ടില്ല. സോറി അങ്കിൾ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് സാർ, എനിക്ക് വീണ്ടും ഒരു ചാൻസ് തരൂ. ഞാൻ എത്രയും പെട്ടെന്ന് ഒരു സൂപ്പർ ന്യൂസ് കൊണ്ടുവന്ന് തന്നേക്കാം. സൂപ്പർ ന്യൂസ് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ആവശ്യം ഷോക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് ആണ്. നീ എന്റെ ഡിസ്റ്റൻസ് റിലേറ്റീവായ മരുമകൻ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ ഈ ന്യൂസ് പേപ്പർ ഓഫീസിന് അടുത്ത് പോലും തന്നെ വരുത്തില്ലായിരുന്നു. വേഗം ചെല്ലേ, എന്നിട്ട് ഷോക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവാ. ഒരു കാര്യം ഓർക്കണം, ഇതാണ് നിന്റെ ലാസ്റ്റ് ചാൻസ് എന്ന് ഓർക്കണം. ഡോണ്ട് വറി സർ, ഇപ്രാവശ്യം ഞാൻ അത്തരം ഒരു ന്യൂസ് കൊണ്ടുവരും. അത് വായിച്ചാൽ ഈ ഓഫീസ് മാത്രമല്ല ടോട്ടൽ സൺ സിറ്റിയും ഞെട്ടിപ്പോവും. ഇവന്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ഇവൻ എന്നെക്കാളും മണ്ടനാണെന്നാണ് തോന്നുന്നത്. ഇന്നവൻ ഷോക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ടുവന്നില്ല എങ്കിൽ അടുത്ത മിനിറ്റ് ഞാൻ അവനെ ജോലിയിൽ നിന്ന് അടിച്ച് പുറത്താക്കും. ഞാനിപ്പോ പറഞ്ഞ കാര്യം ആരെങ്കിലും കേട്ട് കാണുമോ? ഹലോ മിസ്റ്റർ പപ്ലു. പോപ്ലു അങ്കിൾ,
നിങ്ങൾ എന്താ ബ്രേക്കിംഗ് ന്യൂസ് പ്രിന്റ് ചെയ്യാത്തെ? എങ്ങനെയാ പബ്ലിഷ് ചെയ്യുന്നത്? അതിന് എനിക്ക് എന്തെങ്കിലും ഷോക്കിംഗ് ന്യൂസ് കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ. പിന്നെ ഒരു കാര്യം ഉണ്ട് കിക്കോ, നീ ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? ഡോക്ടർ ഖുറാനയുടെ പുതിയ കണ്ടുപിടുത്തം കാണാൻ ലാബിലേക്ക് പോവാ. എന്ത്? ഡോക്ടർ ഖുറാനയുടെ ലാബിലേക്കോ? പ്ലീസ് എന്നെയും നിന്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോ. എനിക്കറിയാം അയാളുടെ ഇൻവെൻഷനെ കുറിച്ച് ഞാനൊരു ന്യൂസ് പബ്ലിഷ് ചെയ്താ തീർച്ചയായും അതൊരു വലിയ ന്യൂസായി മാറും. സോറി പപ്ലു അങ്കിൾ, അത് അദ്ദേഹത്തിന്റെ സീക്രട്ട് ഇൻവെൻഷനാ. നിങ്ങളെ എനിക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. പ്ലീസ് കീക്കോ, ദയവ് ഇത് എന്നെ അങ്ങോട്ട് കൊണ്ടുപോ. മേയറങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഷോക്കിംഗ് ന്യൂസ് ഒന്നും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്നാ. കീക്കോ, നീ എന്തിനാ പബ്ലുവിനെ കൂട്ടിക്കൊണ്ടുവന്നേ? എന്താ പറഞ്ഞത്? പപ്ലുവോ? ഇത് വളരെ വ്യത്യസ്തമായ പേരാണല്ലോ. ഡോക്ടർ ഖുറാന അങ്കിൾ, വെറുതെ ടെൻഷൻ അടിക്കണ്ട. പോപ്ലു അങ്കിൾ എന്ന് പുതിയ ഇൻവെൻഷന്റെ ന്യൂസാ കവർ ചെയ്യുന്നത്. അതെപ്പോഴാ പബ്ലിഷ് ചെയ്യുന്നറിയോ? അങ്കിളിന്റെ ഇൻവെൻഷൻ ഉള്ള ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സേഫായ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടേ പബ്ലിഷ് ചെയ്യൂ. അതാലോചിച്ച് വിഷമിക്കണ്ട ഡോക്ടർ ഖുറാന. ഞാൻ ഇവിടെ ഉള്ളതുവരെ, എന്റെ ഈ ഗാർഡ്സ് ഇവിടെ ഉള്ളതുവരെ, പോരാത്തതിന് നമ്മുടെ കീക്കോയും ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നാൽ ശരി, അപ്പൊ എന്റെ ഇൻവെൻഷന്റെ ടെസ്റ്റ് നമുക്കിപ്പോ തുടങ്ങാം. ഇതാണ് ഞാൻ കണ്ടുപിടിച്ച സൂപ്പർ സൂട്ട്. എന്ത്? ഒരു സൂട്ടോ? ഡോക്ടർ ഖുറാന, സയന്റിസ്റ്റായ നീ എപ്പോഴാണ് ടൈലറായി മാറിയത്? ഇതൊന്നും സാധാരണ സൂട്ടല്ല. ഇപ്പൊ ഇതിന്റെ സ്പെഷ്യൽ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതിപ്പോ ആരോട് അണിയാൻ പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. ഞാനിത് നിനക്കിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് പബ്ലു. എനിക്കോ? അല്ലല്ല, വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറാണ്. എടാ, നീ ഇത് ഇട്ടതിന് ശേഷം നീ ഒരു ന്യൂസ് മേക്കറായി മാറും. നോക്കിക്കോ, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതെ പപ്ലു അങ്കിൾ, ആ സൂട്ട് ഒന്ന് ഇട്ട് നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഗൺസ് എടുത്ത് ആഗ്രഹം തീരും വരെ പബ്ലുവിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കൂ. അയ്യോ വേണ്ട ഡോക്ടർ ഖുറാന, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഷെടാ, നിനക്കൊന്നും സംഭവിക്കില്ല പബ്ലു. ഇതൊക്കെ ഒന്ന് കണ്ട് രസിക്കേ. ഗാർഡ്സ് ഷൂട്ട്. എന്റെ ദൈവമേ, ഡോക്ടർ ഖുറാനെ എത്ര സോളിഡായ ഒരു സൂട്ടാ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കണ്ടു. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. ഇത് സംഗതി കൊള്ളാലോ. എനിക്കൊന്നും സംഭവിച്ചില്ല. ഈ സൂട്ടിന്റെ സ്ട്രെങ്തിനെ ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അൺബ്രേക്കബിൾ. വാവ് ഖുറാന അങ്കിൾ, ഈ സൂട്ട് ശരിക്കും നല്ല സ്ട്രോങ് ആണ്. ഇതൊക്കെ ഒന്നുമില്ല കീക്കോ. ഞാനിപ്പോ ഇതിന്റെ ബാക്കി പാവസം കാണിച്ചു തരാം, നോക്കോ. പബ്ലു, ഇപ്പൊ നീ റൂഫിലും ചുവരിലും ചാടിക്കയറ്. പബ്ലു, ഇപ്പൊ നീ സൂട്ടിനകത്ത് നിന്ന് തന്നെ നിന്റെ കൈയും കാലും ഇങ്ങനെ അനക്കാൻ ശ്രമിക്കേ. കണ്ടോ കീക്കോ? ആരെങ്കിലും എന്റെ സൂട്ട് അണിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളറ്റ് കൊണ്ടും അപകടം ഉണ്ടാവില്ല. അവന്റെ മേലിൽ തീ പോലും പിടിക്കില്ല. ബോംബ് പൊട്ടിയാലും പ്രശ്നമില്ല. എല്ലാത്തിലും ഉപരി ഈ സൂട്ട് അണിയുന്നവൻ ഉയർന്ന മസ്കുലർ ആയിട്ടും വളരെ വലിയ ശക്തിമാനായി മാറും. ഡോക്ടർ ഖുറാന അങ്കിൾ, ശരിക്കും ഇതൊരു പവർഫുൾ സൂട്ട് തന്നെയാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ വളരെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ഇത് തെറ്റായ ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ ഈ പവർഫുള്ളായ കാര്യം വലിയ അപകടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കീക്കോ, ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നിന്നെ വിളിച്ചത്. ഒരുപക്ഷെ ഇവിടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നീ അത് ഡീൽ ചെയ്യുമെന്ന് എനിക്കറിയാം. ബബ്ലു, ഇപ്പൊ നിനക്ക് ആ സൂട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ ഖുറാന, ആദ്യം ഞാൻ ഈ സൂട്ടിൽ നിൽക്കുമ്പോ തന്നെ സെൽഫി എടുത്തോട്ടെ.
ഇപ്പൊ ചില സെൽഫീസ് ആക്ഷനിലെടുക്ക. പബ്ലു, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങോട്ട് നോക്ക്, ആദ്യം സൂട്ട് അഴിക്ക്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഡോക്ടർ ഖുറാന. ഇപ്പൊ ഞാൻ ന്യൂസ് റിപ്പോർട്ടർ അല്ല, ഞാനിപ്പോ വലിയൊരു ന്യൂസ് മേക്കർ ആയി കഴിഞ്ഞു. ഈ നിമിഷം മുതൽ എന്റെ പേര് പോപ്ലു അല്ല, പക്ഷേ ന്യൂസ് മേക്കർ എന്നാണ്. എന്റെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു മിനിറ്റ് ഞെട്ടിപ്പോവും. പപ്ലു അങ്കിൾ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. നിങ്ങൾ ആ സൂട്ട് റിമൂവ് ചെയ്ത് റിട്ടേൺ ചെയ്തേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാൻ പോപ്പുലർ അല്ല, ഞാൻ എല്ലാവരും പേടിപ്പിക്കുന്നവനാണ്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ, സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, നമുക്കിപ്പോ പപ്ലുവിനെ പിടിച്ച് അവന്റെ കയ്യിൽ നിന്ന് സൂട്ട് തിരികെ വാങ്ങിയേ പറ്റൂ. യെസ് ബ്രോ, സൂട്ട് മാത്രമല്ല അവന്റെ പാൻസും കോട്ടും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ലെറ്റ്സ് ഗോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 817. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 817. എന്റെ ആയുധം വെച്ച് അവൻ എനിക്ക് തന്നെ തിരിച്ചടി തന്നിരിക്കുക. സൂപ്പർ സ്പീഡോ, എത്രയും വേഗം നീ ഓട്ടോ റിപ്പയർ ചെയ്തേക്ക്. ഫോർമുല നമ്പർ 213 അപ്ലൈ ചെയ്യേ. യെസ് ബ്രോ. പപ്പലു ഇപ്പൊ പപ്പടം പോലെ പൊടിഞ്ഞു പോയി. ഐഫൈദ, പപ്പലുവിന്റെ മുഖത്ത് കരിവാരി തേച്ചു. ഈ പപ്ലു ഇത് എങ്ങോട്ടാ പോയത്? അവൻ പേടിച്ചെവിടെയും എസ്കേപ്പ് ആയി കാണും. ഐ എം റിയലി സോറി ഡോക്ടർ ഖുറാന അങ്കിൾ, ഇതിനെല്ലാം കാരണം ഞാനാ. നിങ്ങളുടെ ടെസ്റ്റിംഗ് സമയത്ത് ഞാൻ പപ്ലുവിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അയ്യോ കീക്കോ, നീ ഇങ്ങനെ സോറി പറയേണ്ട ഒരു കാര്യമില്ല. അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റല്ലേ അത്. പപ്പലു ചെയ്ത കാര്യമുണ്ടല്ലോ, അത് ഞാൻ നാളെ എന്റെ ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഹെഡ്ലൈൻ ന്യൂസായി പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. വേണ്ട മേയർ അങ്കിൾ, അങ്ങനെയൊന്നും ചെയ്യരുത്. അതാണ് പപ്ലു പ്രതീക്ഷിക്കുന്നത്. അവൻ ഫേമസ് ആകാൻ ആഗ്രഹിക്കുകയാണ്. അവനെ കുറിച്ചുള്ള ന്യൂസ് പുറത്തേക്ക് വിടാതിരുന്ന അവൻ സൺസിറ്റിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ തീർച്ചയായും തിരിച്ചെത്തും. ആ സമയത്ത് ഞാൻ അവനെ പിടിച്ചോളാം. പക്ഷെ കീക്കോ, നീ പബ്ലുവിന്റെ സൂട്ട് പവറിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? ശക്തമായ ഓരോ കാര്യത്തിനും ഒരു വീക്ക് പോയിന്റ് തീർച്ചയായും ഉണ്ടാവും. അതുകൊണ്ട് ആ സൂട്ടിന് ഏതെങ്കിലും ഒരു മൈനസ് പോയിന്റും ഉണ്ടാവും. അതെ ഉണ്ട്. ആ സൂട്ട് വളരെ ഡിഫറെന്റ് ആയ സൗണ്ട് വേവ്സ് വെച്ച്, അതായത് വ്യത്യസ്തമായ സൗണ്ട് വെച്ച് കുറച്ച് സമയത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഒരുപക്ഷെ ആ സൗണ്ട് വളരെ വേഗത്തിൽ പ്രവർത്തിച്ചാൽ അപ്പോഴാ സൂട്ട് പബ്ലുവിന്റെ ബോഡിയിൽ നിന്നും തന്നെ റിമൂവ് ആയി പോരുന്നതാണ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാലോ. പറയൂ ഡോക്ടർ ഖുറാന, അത് ഏത് തരം സൗണ്ടാണ്? ആ സൗണ്ടാണ് എനിക്കും അറിയാത്തത്. അത് തന്നെയാണ് ഞാനും റിസർച്ച് ചെയ്യുന്നത്. നോ പ്രോബ്ലം, എനിക്ക് ആ സൂട്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ തരൂ. അത് ഏത് സൗണ്ടാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. കീക്കോ, ഈ പെൻഡ്രൈവിനകത്ത് ആ സൂട്ടിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്.
പപ്ലു ഇട്ടിരിക്കുന്ന സൂട്ടിന്റെ മൈനസ് പോയിന്റ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ലാബിൽ തനിച്ചൊരു റിസർച്ച് ചെയ്യണം. യെസ് ബ്രോ, നമുക്കും ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കാം. നീ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് കീകോ? ഞാൻ ഖുറാനാങ്കിൾ എനിക്ക് തന്ന ഈ പെൻഡ്രൈവിലുള്ള ഡാറ്റ ഈ കമ്പ്യൂട്ടറിലൂടെ R7ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് ആ സൂട്ടിന്റെ ഡീറ്റെയിൽ വെച്ച് ആ സൂട്ടിന്റെ ഒരു മോഡൽ റെഡിയാക്കാം. എന്നിട്ട് വേറെ വേറെ സൗണ്ട് വേവ്സ്, അതായത് ശബ്ദങ്ങൾ ഉണ്ടാക്കി സൂട്ട് മോഡലിന്റെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഈ ഹോൺ സൗണ്ട് കേട്ടിട്ട് ആ മോഡലിന് ഒരു അനക്കവും ഇല്ല. വേറെ എന്താ ചെയ്യാ? വിസിൽ ട്രൈ ചെയ്യാം. ലോകത്തുള്ള എല്ലാ സൗണ്ടും ട്രൈ ചെയ്ത് സമയമെന്നാണല്ലോ തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, നീ ഇങ്ങനെ നിർത്താതെ സംസാരിച്ചോണ്ടിരുന്ന നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും. എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്ക്. ഓക്കെ ബഡി? ഓക്കെ, ആസ് യു വിഷ്. നീ നിന്റെ ജോലി നോക്കൂ, അതിനുള്ളിൽ ഞാൻ നിന്റെ ലാബ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം. നിന്റെ ഈ ലാബ് കാണാൻ നല്ല രസമുണ്ടല്ലോ കീകോ. ഇവിടെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടല്ലോ. സൂപ്പർ സ്പീഡോ, ബെൽ സൗണ്ട് കേട്ടതും സൂട്ട് ഷേക്ക് ആയിരിക്കാ. ആണോ? ഞാൻ പറയാൻ വന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ ബെല്ല് ഞാൻ മനഃപൂർവ്വം താഴേക്ക് തള്ളിയിട്ടത്. നമുക്ക് ആ സൂട്ടിന്റെ മൈനസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. ഈ ബെല്ല് ഷേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട് വേവ്സ്, അത് കേട്ട ഉടൻ സൂട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുക. ഡോക്ടർ ഖുറാനാങ്കിൾ പറഞ്ഞില്ലേ, ആ സൂട്ട് ഒരു പർട്ടിക്കുലർ സൗണ്ട് വേവ് കാരണം കുറച്ചു നേരത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞില്ലേ? അതെ, ഒരു പക്ഷേ ആ സൗണ്ട് വേവ് വളരെ സ്ട്രോങ് ആയിരുന്നെങ്കിൽ അപ്പോ ആ സൂട്ട് തന്നെ റിമൂവ് ആവുമെന്ന് പറഞ്ഞല്ലോ. നീ ഒരു ജീനിയസ് ആണ്. ഇപ്പൊ നമുക്ക് ആ സൂട്ടിന്റെ വീക്ക് പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. പപ്ലു ഇനി വരട്ടെ. ഇത്തവണ അവനെ ഡീൽ ചെയ്യാൻ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. സൂപ്പർ സ്പീഡോ വാ. ഇന്നലെ ഞാൻ എന്ത് വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. എന്നിട്ടും എന്നെ കുറിച്ച് ഒരു ന്യൂസും പേപ്പറിൽ വന്നില്ല. ഇനി ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എന്റെ ന്യൂസ് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ അവരുടെ ഓഫീസിനെ ചിന്ന ഭിന്നമാക്കും. എന്നെ കണ്ട എല്ലാവരും പേടിക്കണം. ജനങ്ങൾ മുഴുവനും കണ്ടയുടൻ ഷോക്ക് ആവണം. ഞാൻ നിന്നോട് അവസാനമായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് പപ്ലു, പ്ലീസ് നീ ആ സൂട്ട് റിമൂവ് ചെയ്ത് എനിക്ക് തന്നേക്ക്. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയാണ്, ഈ സൂട്ട് ഒരിക്കലും തിരിച്ചു തരില്ല.
രണ്ട് മിനിറ്റ് സമയം നോക്കിക്കോ. ഞാനിപ്പോ തന്നെ എന്നെ ഓട്ടോ റിപ്പയർ മോഡലിട്ട് ശരിയാക്കിക്കോളാം. കിക്കോ, ഞാൻ നിന്നെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ പോവുക, നോക്കിക്കോ. അപ്പൊ നാളെ ഈ ന്യൂസ് എല്ലാ പേപ്പറിലും വരും. എന്നെ കണ്ട എല്ലാവരും പേടിക്കണം. എന്റെ പേര് കേട്ടാൽ എല്ലാവരും ഞെട്ടണം. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. സൂപ്പർ സ്പീഡോ, ആ ബെല്ലിങ് താ. ഓക്കെ കിക്കോ. അല്ല, എന്റെ സൂട്ട്. സോറി പപ്ലു, ഇനി ആ സൂട്ട് നിന്റെ കയ്യിൽ ഉണ്ടാവില്ല. സൺസിറ്റിയുടെ വളരെ സേഫ് ആയ ലോക്കറിലുണ്ടാവും. മനസ്സിലായോ? ഇവരൊരു സൂട്ടും കോട്ടും ഇട്ട് നമ്മളോട് അഭ്യാസം കാണിക്കാൻ വന്നിരിക്കാ. അവസാനം എല്ലാം കൈവിട്ടു പോയപ്പോ നടു റോട്ടിൽ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? എന്ന് വെച്ചാ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം ഇനി ആ സൂട്ട് വളരെ സേഫ് ആയ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ നീ ജയിലിലേക്ക് പോവോ? വേണ്ട, നമുക്ക് പപ്ലുവിനെ ഇത്തവണത്തേക്ക് വെറുതെ വിടാം. അവന് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. താങ്ക് യു കിക്കോ, ഞാൻ പ്രോമിസ് ചെയ്യാണ് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ശരി, ഓക്കെ കിക്കോ. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പപ്ലുവിന് അവസാനമായിട്ട് ഒരു ചാൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ വീണ്ടും അവൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അപ്പോ പിന്നെ ഞാൻ അവനെ എന്റെ കമ്പനിയിൽ നിന്ന് മാത്രമല്ല സൺ സിറ്റിയിൽ നിന്ന് തന്നെ അടിച്ചു പുറത്താക്കും. എന്റെ ദൈവമേ, ഈ ചിലന്തികൾ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതുപോലെയുള്ള നെറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം. അവരെന്നെങ്ങനെ ഓടിപ്പിച്ച് ഞാനാകെ അവശനായി പോയി. എന്റെ ടോട്ടൽ എനർജിയും ഡൗൺ ആയി പോയി. എനർജിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് ഞാനൊരു എനർജി ബാർ കഴിക്കാൻ പോവാ.
ഞാനിപ്പോ ഒരുപാട് 4 and 6s അടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഒരുപാട് എനർജി എനിക്ക് ആവശ്യമുണ്ട്. ഇതെനിക്ക് വേണം. മറ്റുള്ളവരുടെ സാധനം തട്ടിപ്പറിക്കുന്നതിന് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ മോഷണം. ഇതിന്റെ പേര് മോഷണമൊന്നും അല്ല, തട്ടിപ്പറിക്കുന്നു എന്ന് പറയും. ടോണി എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യും. ബോൾ തട്ടിയത് കൊണ്ട് ചോക്ലേറ്റ് എയറിൽ ഫ്ലൈ ചെയ്തു പോയി. ഇനി ടോണി ബോസിന്റെ ഓപ്ഷൻ ക്രൈ ക്രൈ ക്രൈ. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഇപ്പൊ നിനക്ക് വളരെ ആവശ്യമുള്ള ഒരു സാധനം എന്താണെന്നറിയാമോ? അത് 2 വാക്കിൽ പറയണമെങ്കിൽ കാം ഡൗൺ. ആ സ്ഥലത്ത് ഞങ്ങളൊരു വ്യത്യസ്തമായ ഒരു സ്പൈഡറിനെ കണ്ടു. ഒരു ചെറിയ സ്പൈഡറിനെ കണ്ടാണോ നീ ഇങ്ങനെ പേടിച്ചോടി വന്ന? ഷേം ഷേം. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാന്ന്. എന്റെ ദൈവമേ, ഈ ചിലന്തികൾ മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ നെറ്റിന്റെ വീക്ക്നെസ് പോയിന്റുകൾ അതിന്റെ കണക്റ്റിംഗ് പോയിന്റ്സ് ആണ്. ഞാൻ ഈ നെറ്റിൽ നിന്ന് പുറത്തേക്ക് പോവാൻ ഈ കാണുന്ന കണക്റ്റിംഗ് പോയിന്റ്സിൽ അറ്റാക്ക് ചെയ്യണം. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. എന്തോ അപകടമുണ്ടെന്ന് തോന്നുന്നു. സ്പൈഡേഴ്സിന്റെ നടുക്ക് ശരിക്കും കുടുങ്ങിപ്പോയി നിൽക്കുകയാണ്. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ട്രാപ്പ്. കീക്കോ നമ്മളെ സഹായിക്കാതെ എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ ഇവിടെ ഉള്ളത് വരെ ഈ സ്പൈഡേഴ്സ് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ഇതെല്ലാം മെക്കാനിക്കൽ സ്പൈഡേഴ്സ് ആണ്. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ സ്പൈഡറിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരെ രക്ഷിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ആ സ്പൈഡേഴ്സ് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുക. മൾട്ടിപ്ലൈ? ഇനിയിപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കീക്കോ? ഫോർമുല നമ്പർ 721 ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റിംഗ് ഫോർമുല 721. ഇനി നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങൾ എല്ലാവരും ഇപ്പൊ സേഫാ. ഇതെല്ലാം ഏതുതരം സ്പൈഡേഴ്സ് ആണ് കീക്കോ? ഇതിനെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ആവുന്നുണ്ട്.
തകർന്നു പോയി. എന്റെ പ്ലാൻ എല്ലാം തകർന്ന് നാശമായി പോയി. എന്റെ ബേബി സ്പൈഡീസ് നടു റോഡിൽ ചത്തു കിടക്കുകയാണ്. വിടില്ല ഞാൻ. സൺകി സ്പൈഡീസിന്റെ ബേബി സ്പൈഡീസിനെ ആരാ ഇങ്ങനെ കൊന്നത്? ഇനി നോക്കിക്കോ സൺകി സ്പൈഡീസ്, നിങ്ങളെ എല്ലാവരെയും ടോട്ടലി നശിപ്പിക്കാൻ പോവുകയാണ്. വിടില്ല ഞാൻ. Get ready for action, baby Spidey. Action is about begin. വിടില്ല ഞാൻ. ആ മെക്കാനിക്കൽ സ്പൈഡറിനെ കണ്ട് പേടിച്ചിട്ട് ജനങ്ങൾക്ക് ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യമില്ലെന്ന് തോന്നുന്നു. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. Come on, Spider Car. ഇതാണ് നമ്മൾ കളി തുടങ്ങേണ്ട സമയം. വിടില്ല ഞാൻ. ഇതൊക്കെ ഏത് തരം സ്പൈഡേഴ്സ് ആണ്? അത് മൾട്ടിപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മെക്കാനിക്കൽ സ്പൈഡേഴ്സാ. ഞാനിപ്പോ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്തു. എനിക്കറിയാം ആരോ എന്തോ ചതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഈ മെക്കാനിക്കൽ സ്പൈഡേഴ്സിനെ സൺസിറ്റിയിലേക്ക് അയച്ചിരിക്കുന്നത്. അയ്യോ അമ്മേ, ആരെങ്കിലും ഇങ്ങനെ ചതി ചെയ്ത് മെക്കാനിക്കൽ സ്പൈഡേഴ്സിനെ നമ്മുടെ സിറ്റിയിലേക്ക് എന്തിനാ അയച്ചത്? ജനങ്ങളെല്ലാരും ഭയങ്കര ടെൻഷനിലാ. എലി ഓടും ടിക് 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 ടിക്, കാക്ക പറക്കും ഫിഷ് ഫിഷ് ഫിഷ്, കാക്ക എലിയെയും എലി കാക്കയെയും ഭം ഭം ഫിഷ്. സാറിപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം ഇവിടെ ഉള്ളതുവരെ സൺ സിറ്റിയിലുള്ള ആരും പേടിച്ചു വരയ്ക്കേണ്ട കാര്യമില്ലെന്നാ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളതുവരെ ഈ സ്പൈഡേഴ്സ് സൺസിറ്റിയെ ഒന്നും ചെയ്യില്ല, ഉറപ്പാണ്. കാരണം ഞാൻ സ്പൈഡേഴ്സിന്റെ എക്സ്പേർട്ട് ആണ്. സ്പൈഡേഴ്സിന്റെ എക്സ്പേർട്ട് ആണെന്നോ? അങ്ങനെ എന്താ ചെയ്തത് മേയർ അങ്കിൾ? ഓ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ സ്പൈഡേഴ്സ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് ചവിട്ടി പന്തടക്കളഞ്ഞു. അവസാനം അത് അതിന്റെ എല്ലാ വെബ്സും ഫ്രീ ആയിട്ട് തന്നേ. പിന്നെ ഞാൻ ആ വെബ്സിനെ നൂല് വിൽക്കുന്നത് പോലെ യൂസ് ചെയ്ത് ഒരുപാട് തുണികളൊക്കെ റെഡിയാക്കി. പിന്നെ ആ തുണികളും വലകളും വിറ്റ് ഞാൻ ഈ കാണുന്ന സ്റ്റാച്യു ഓഫ് സൺസിറ്റി റെഡിയാക്കി. എന്താ അതൊക്കെ പോസിബിൾ ആണോ? അല്ല പിന്നെ, ഞാനിത് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇപ്പൊ എന്റെ തലയിൽ കേരറ്റ് വീഴട്ടെ. എന്റെ ഈ തലയിൽ കാരറ്റ് എവിടുന്നാണ് വന്ന് വീണത്? ടെൻഷൻ കാരണം ഞാനിപ്പോ വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഉടൻ തന്നെ ഞാൻ ഈ ക്യാരറ്റ് കഴിച്ചേ പറ്റൂ. ഇതുപോലുള്ള ക്യാരറ്റ് കഴിക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്. എനിക്കിപ്പോ ചോക്ലേറ്റ് വേണം. എന്റെ ദൈവമേ, പെട്ടെന്ന് മേറങ്ങളുടെ എന്താ പറ്റിയത്? അല്ല, ഈ മെക്കാനിക്കൽ സ്പൈഡേഴ്സ് എവിടുന്നാ വന്നത്? എല്ലാവരെയും ഞാൻ കൊച്ചുകുട്ടികളാക്കി മാറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? എന്റെ ബേബി സ്പൈഡീസ് കടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കൊച്ചുകുട്ടികളാകും. എന്റെ പേര് സങ്കി സ്പൈഡി. വീടില്ല ഞാൻ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് സങ്കി സ്പൈഡി? എനിക്ക് സൺ സിറ്റി മൊത്തം ഭരിക്കണം. ഞാൻ എന്റെ ഈ ബേബി സ്പൈഡീസിനെ യൂസ് ചെയ്ത് സൺ സിറ്റിയിലുള്ള ഓരോരുത്തരുടെയും ബ്രെയിനിനെ അറ്റാക്ക് ചെയ്തിട്ട് എല്ലാവരെയും ഞാൻ കൊച്ചുകുട്ടികളാക്കും. ദേ ഇത്ര പോകുന്ന കുട്ടികൾ.
പിന്നീട് അവരുടെ എല്ലാവരുടെയും സ്ഥിതി എന്താകുമെന്ന് അറിയാമോ? അവരുടെ എല്ലാവരുടെ ബ്രെയിനും ഈ സംഗി സ്പൈഡിയുടെ കയ്യിലായിരിക്കും. അങ്ങനെ ഈ സംഗി സ്പൈഡി തന്റെ ബ്രെയിൻ യൂസ് ചെയ്ത് സൺ സിറ്റിയിലെ ഭരിക്കുന്ന രാജാവായി മാറും. വിടില്ല ഞാൻ. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ആരാ എന്നെ തടഞ്ഞു നിർത്താൻ പോകുന്നേ? എന്നെ ആര് തടയും? ഞാൻ തടയും. ഓ സ്പൈഡീസ്, നമ്മുടെ ആക്ഷൻ തുടങ്ങേണ്ട സമയമാണിത്. വിടില്ല ഞാൻ. ഇതേപോലെ ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ ഓരോരുത്തരും കൊച്ചുകുട്ടികളായി മാറും. കൊച്ചു കുട്ടികളായി മാറിപ്പോകും. ഞാൻ ഈ സൺ സിറ്റിയുടെ റൂളറായി മാറും. വിടില്ല ഞാൻ. സംഗി സ്പൈഡി അങ്ങനെ ഓടി രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തും. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡ് ഓഫ് കാർ. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ സംഗി സ്പൈഡിയെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം. ഓക്കെ ബ്രോ, ഇപ്പൊ തന്നെ ഞാൻ അവനെ വകവരുത്താം. സംഗി സ്പൈഡിയെ ഡിസ്ട്രോയ് ചെയ്യാം. സൺ സിറ്റി ഭരിക്കുന്ന കാര്യം അവൻ ടോട്ടലി മറന്നു പോകും. കീക്കോ, നമുക്കും അങ്ങ് പറന്നു പോയാലോ? വേണ്ട സൂപ്പർ സ്പീഡോ, ഈ സ്പൈഡർ വെബ്സ് ഒക്കെ ബിൽഡിംഗ് ഉള്ളത് വരെ മാത്രമേ ഉണ്ടാവൂ. ബിൽഡിംഗ്സ് ഇല്ലെങ്കിൽ സംഗി സ്പൈഡിയുടെ കാറ് താഴെ ഇറങ്ങി വന്നേ പറ്റൂ. എന്റെ പേര് സംഗി സ്പൈഡി എന്നാണ് കിക്കോ. എന്റെ കയ്യിൽ സ്പൈഡേഴ്സിന്റെ ഓരോ എലിമെന്റ്സും ഉണ്ട്. ഇപ്പൊ നോക്കിക്കോ. വീടില്ല ഞാൻ. ഇങ്ങനെ പോയാൽ നമ്മൾ ഇനി എന്ത് ചെയ്യും കീക്കോ? ഫോർമുല നമ്പർ 173 ആക്ടിവേറ്റ് ചെയ്യേ. അപ്ലൈയിങ് ഫോർമുല 173. ഇപ്പൊ ഞാൻ നിന്നെ ട്രാപ്പ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോ. സംഗി സ്പൈഡിയുടെ സംഗി വെബിനകത്ത് നീ കുടുങ്ങി പോകും. വീടില്ല ഞാൻ. സംഗി സ്പൈഡി തന്റെ സ്പൈഡർ വെബ് വെച്ച് നമ്മളെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുക. സംഗി സ്പൈഡി ടെൻഷൻ ആയാൽ എന്ത് ചെയ്യുന്നു നിനക്കറിയില്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നീ ഇപ്പൊ ഞെട്ടോ. ഇപ്പൊ നീ കാണാൻ പോകുന്നത് സംഗി സ്പൈഡിയുടെ അൾട്ടിമേറ്റ് സംഗി സ്പൈഡി അറ്റാക്ക്. വീടില്ല ഞാൻ. ആ സ്പൈഡേഴ്സ് ഒക്കെ നമ്മളെ നോക്കി വന്നോണ്ടിരിക്കുക. പക്ഷേ അതിന് നമ്മളെ ഒന്നും ചെയ്യാൻ തന്നെ ആവില്ല. കാരണം അവയൊക്കെ സൂപ്പർ സ്പീഡിനുള്ളിൽ എൻട്രി ആകുന്നത് ഇമ്പോസിബിൾ ആണ്. ഓ യെസ്, അതിന് കാരണം നിന്റെ ആന്റി ഫോഴ്സ് എൻട്രി സിസ്റ്റം ആണ്. ഈ സ്പൈഡേഴ്സ് എല്ലാം നമ്മളെ മൊത്തമായി കവർ ചെയ്യാൻ ശ്രമിച്ചോണ്ടിരിക്കുക. യെസ്, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും കീക്കോ?
ഇതെന്ത് ശബ്ദമാ? ആ സ്പൈഡേഴ്സ് എക്സോസ് പൈപ്പിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കീക്കോ, സംഗി സ്പൈഡി എന്നെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. കീക്കോ ഈ സ്പൈഡറിനെ ഒന്നും തടഞ്ഞു നിർത്താനാവില്ലെന്നാ തോന്നുന്നത്. ഞാൻ ആദ്യം തന്നെ നിന്നോട് പറഞ്ഞിട്ടില്ലേ സൂപ്പർ സ്പീഡോ, ഈ ലോകത്ത് ഇമ്പോസിബിൾ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല സംഗി സ്പൈഡിക്ക് നമ്മളെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. കാരണം അവൻ റോങ്ങിന് റൈറ്റിനെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. കറക്റ്റ് കീക്കോ. ഒരിക്കൽ കൂടി ഫോർമുല നമ്പർ 721 ആക്ടിവേറ്റ് ചെയ്യുക. ആക്ടിവേറ്റിംഗ് ഫോർമുല 721. സംഗി സ്പൈഡിയുടെ സംഗി വെബിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പ്രയാസമുള്ള കാര്യം മാത്രമല്ല, ഇമ്പോസിബിൾ ആയ കാര്യമാണ്. വീടില്ല ഞാൻ. യെസ്, കണക്ഷൻ പോയിന്റ്സിൽ അറ്റാക്ക് ചെയ്താൽ ഈ ട്രാപ്പിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഈസിയാണ്. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന്. ഇനി നിന്റെ സ്പൈഡർ കാസും ഉണ്ടാവില്ല, പിന്നെ നിന്റെ സംഗി സ്പൈഡി വെബ്സും ഉണ്ടാവില്ല. നിനക്കൊരു കാര്യം അറിയില്ല, സംഗി സ്പൈഡി എത്ര അപകടം പിടിച്ചവനാണെന്ന് നിനക്കറിയില്ല. എന്റെ കയ്യിലുള്ള ദേ ഈ ഒരു സാധനം മാത്രം മതി, എല്ലാം നശിപ്പിക്കും ഞാൻ. പിന്നീട് സൺസിറ്റിയിലുള്ള ജനങ്ങൾ നിരന്തരമായിട്ട് എന്നേക്കുമായിട്ട് കൊച്ചുകുട്ടികളായി പോകും. അത് നീ കാണേണ്ടി വരും. വീടില്ല ഞാൻ. ആകാശത്തെ ഭൂമിയെ ഒന്നാക്കാൻ ശ്രമിച്ചവൻ ഇതാ കിടക്കുന്നു ഫ്ലാറ്റ് ആയിട്ട്. സാർ, ചുരുക്കത്തിൽ പറഞ്ഞ എന്റെ അർത്ഥം, ഇനി സംഗി സ്പൈഡി ജയിലിലാണ് ഇരിക്കാൻ പോകുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞ് വർഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 60 അപ്ലൈ ചെയ്തിട്ട് എല്ലാ പ്രിസണേഴ്സിനെയും പിടിക്കുക. ഓക്കെ കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 60. കീക്കോ, നമ്മൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട എല്ലാ കള്ളന്മാരെയും പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവരെ എന്താണ് ചെയ്യേണ്ടത്? വീണ്ടും ഒരു പിടിച്ച് ജയിലിലിട്ടാൽ വീണ്ടും ഒരു എസ്കേപ്പ് ആയി പോകും. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 177 അപ്ലൈ ചെയ്യുക. ബ്രില്യന്റ് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 177.
കിക്കോ, ഈ ജയിലിന്റെ ബാർസൽ ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 50 അപ്ലൈ ചെയ്ത് ആ ബാർസ് തകർക്കാൻ നോക്ക്. യെസ് ബഡി, ഫോർമുല 50 ആക്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ബാർസൽ തകർക്കും. ഇതൊന്നും ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ജയിലല്ല. ഇതൊന്നും നിങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ആരെങ്കിലും റബ്ബർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഈ ബാർസ് തകർക്കാൻ നോക്കിയാൽ ഹൈ കറന്റ് കാരണം അവന്റെ ദേഹത്ത് തീ പിടിക്കും. ഇപ്പൊ സൂപ്പർ സ്പീഡോയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കണ്ടോ കിക്കോ, എങ്ങനെയുണ്ട് ഞാൻ ഡിസൈൻ ചെയ്ത ഈ പുതിയ ജയിൽ? കളിക്കല്ലോ ലോക്ക് മാസ്റ്റർ അങ്കിൾ. പക്ഷെ ഒരു കാര്യം പറയേ, ഈ ജയിൽ ബാർസിന് ഇലക്ട്രിക് സപ്ലൈ എവിടുന്നാ കിട്ടുന്നത്? അവിടുന്ന് തന്നെ. അയ്യോ, എനിക്കിപ്പോ കാര്യം മനസ്സിലായി കീക്കോ. ഇപ്പൊ നോക്കിക്കോ, ഈ ടെമ്പോ ആണ് എന്റെ സ്പാനർ. ബോക്സിനെ അറ്റാക്ക് ചെയ്യും ലൈക്ക് എ ഹാമർ. വാ, അടിപൊളി ഐഡിയ ആണ് ഇത് പാർട്ട്ണർ. ലോക്ക് മാസ്റ്റർ അങ്കിൾ, ഇലക്ട്രിസിറ്റി കട്ടായതും ഈ ബാർസ് നോർമൽ ബാർസ് ആയി പോയല്ലോ. അവൻ എത്ര വലിയ ക്രിമിനൽ ആയാലും ഒരു പ്രാവശ്യം എന്റെ ജയിലിനകത്ത് വന്നാൽ പിന്നെ അവൻ അവിടുന്ന് എസ്കേപ്പ് ആവാൻ സാധിക്കില്ല. ലോക്ക് മാസ്റ്റർ, ആ സ്പെഷ്യൽ ഗേറ്റ് ഒന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേ. യെസ് ജയിലർ, ദാ നോക്കിക്കോളൂ. ഇപ്പൊ ഈ സ്പെഷ്യൽ ഗേറ്റ് ആരെങ്കിലും തകർത്ത് കാണിച്ചാലേ ഞാൻ അത് സമ്മതിക്കൂ. ഈ ഗേറ്റിനെ കുറിച്ച് രണ്ട് വാക്കിൽ പറയണമെങ്കിൽ സൂപ്പർ സ്ട്രോങ്. സൂപ്പറിനേക്കാളും അധികമായ സൂപ്പർ, സൂപ്പർ ഡൂപ്പറിനേക്കാളും സൂപ്പർ ഡൂപ്പർ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 817 അപ്ലൈ ചെയ്യ്. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 817. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 18. അമേസിംഗ് ഐഡിയ ബ്രോ. കീക്കോ, ഈ ഗേറ്റ് ശരിക്കും സ്ട്രോങ് തന്നെയാണ്. ഇത് എനിക്ക് പോലും തകർക്കാനാവില്ലെന്നാണ് തോന്നുന്നത്. അതേതായാലും നന്നായി. അപ്പോ ഈ ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരനും രക്ഷപ്പെടാൻ പറ്റില്ല. യെസ് കിക്കോ, പക്ഷേ ഈ ജയിലിൽ നിന്ന് മാത്രമല്ല, ലോകത്തെ ഒരു ജയിലിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. കാരണം ഈ ലോക്ക് മാസ്റ്റർ ഇതുപോലെയുള്ള സ്ട്രോങ് ഗേറ്റ്സ് ലോകത്തിലുള്ള എല്ലാ ജയിലിലും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാ ഇലക്ട്രിക് ഗേറ്റ്സും എല്ലാ ഇലക്ട്രിക് ബാർസും ഞാൻ എന്റെ ഈ ലാപ്ടോപ്പ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഗേറ്റ് ഏത് മെറ്റലിലാണ് ഉണ്ടാക്കിയിരിക്കുന്ന അങ്കിൾ? കീക്കോ, എന്റെ പേര് ചട്ടാൻ സിംഗ്. ആ ഗേറ്റ് റെഡിയാക്കിയത് ഈ ഞാനാണ്. ആ ഗേറ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ സൂപ്പർ സ്ട്രോങ് മെറ്റീരിയൽസ് മെൽറ്റ് ചെയ്ത് ഒന്നാക്കി നിർമ്മിച്ചതാണ്. അതേതായാലും കലക്കി ചട്ടാൻ സിംഗ്. നീ ഈ ഗേറ്റിനെ നിന്റെ പേര് പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് സൂപ്പർ സ്ട്രോങ്. കറക്റ്റ് മേയറെ, ഈ എല്ലാ ഡിസൈനും ഡിസൈൻ ചെയ്തത് നമ്മുടെ ഈ ലോക്ക് മാസ്റ്റർ ആണ്. ഇതിനാണ് പറയുന്നത് ശക്തിയും ബുദ്ധിയും നമുക്കുണ്ടാവണമെന്ന്. പക്ഷേ ലോക്ക് മാസ്റ്റർ അങ്കിൾ, ലോകമെമ്പാടുമുള്ള ജയിലിന്റെ സെക്യൂരിറ്റി നിങ്ങളുടെ ഈ ലാപ്ടോപ്പിൽ വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അപ്പൊ പിന്നെ അങ്കിൾ ഈ ലാപ്ടോപ്പ് വളരെ കെയർഫുൾ ആയിട്ട് വെച്ചേക്കണം. ആഹാ, ഇത് ഞാൻ എന്നെക്കാളേറെ വളരെ സേഫ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇത് അടിച്ചു മാറ്റാൻ പറ്റില്ല. ആർസവിന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ സൺസിറ്റിയിലെ ജയിലിൽ നിന്നാണ് വരുന്നത്. അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കിക്കു, വന്നിരിക്കുന്ന പ്രശ്നം ഒന്നല്ല, ഒരുപാട് പ്രശ്നങ്ങളാണ് ഒന്നിച്ച് വന്നിരിക്കുന്നത്. അങ്ങോട്ട് നോക്ക്.
ഈ പ്രിസണേഴ്സ് ചെയ്ത കാര്യമുണ്ടല്ലോ അതിനൊരു 2 വാക്കിൽ പറയണമെങ്കിൽ പ്രിസൺ ബ്രേക്ക്. പക്ഷേ ഈ പ്രിസണേഴ്സ് എല്ലാവരും ജയിലിൽ നിന്ന് എങ്ങനെയാ രക്ഷപ്പെട്ടത്? അവിടെ ഒരിക്കലും ബ്രേക്ക് ആവാത്ത ഗേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ശരി, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ആദ്യം ഇവരെ എല്ലാവരും പിടിച്ച് തിരിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടേ പറ്റൂ. ഞാനൊന്ന് സൂപ്പർ സ്പീഡോയെ വിളിക്കട്ടെ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ജയിലിലെ എല്ലാ പ്രിസണേഴ്സും രക്ഷപ്പെട്ടു. നമ്മൾ ഉടൻ തന്നെ അവരെ പിടികൂടണം, സൺസിറ്റിയിലെ എല്ലാ ജനങ്ങളുടെയും സേഫ്റ്റിക്ക് വേണ്ടി. ഡോണ്ട് വറി ബ്രോ, ഏത് പ്രശ്നമായാലും ശരി അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 60 അപ്ലൈ ചെയ്തിട്ട് എല്ലാ പ്രിസണേഴ്സിനെ പിടിക്ക്. ഓക്കെ കിക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 60. കീക്കോ, നമ്മൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട എല്ലാ കള്ളന്മാരെയും പിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവരെ എന്താണ് ചെയ്യേണ്ടത്? കറക്റ്റ്. വീണ്ടും ഒരു പിടിച്ച് ജയിലിലിട്ടാൽ വീണ്ടും ഒരു എസ്കേപ്പ് ആയി പോകും. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 177 അപ്ലൈ ചെയ്യ്. ബ്രില്യന്റ് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 177. സൂപ്പർ സ്പീഡോ, നമ്മൾ ആ ജയിൽ വീണ്ടും സേഫ്ലി സെക്യൂർ ചെയ്യാത്തത് വരെ ഈ പ്രിസണേഴ്സ് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കട്ടെ. വാ, നമുക്ക് സൺസിറ്റിയിലെ ജയിലിൽ ചെന്ന് നോക്കാം. സൺസിറ്റി കൂടെ കറങ്ങുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ്. ചേടാ, ആ ഡോർസ് എല്ലാം എങ്ങനെയാ ഓപ്പൺ ആയത്? ആ വാൾസ് ഒക്കെ എങ്ങനെയാ ഭൂമിക്കടിയിലേക്ക് പോയത്? എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ ഇതൊന്നും ലോക്ക് മാസ്റ്റർ അങ്കിളുടെ ലാപ്ടോപ്പ് ഇല്ലാതെ സംഭവിക്കില്ലെന്നാ. കിക്കോ, എന്ന് വെച്ചാൽ നീ എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്? അതായത് പ്രിസണേഴ്സ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ലോക്ക് മാസ്റ്റർ ആണെന്നാണോ പറഞ്ഞു വരുന്നത്? വിശ്വസനായ ആളെപ്പോലെ അഭിനയിച്ച അവസാനമാവൻ നമ്മളെ പറ്റിച്ചിരിക്കാണ്. ആരെയും വിശ്വസിക്കാൻ പാടില്ല. സാർ, ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം പ്രിസണേഴ്സ് ജയിലിൽ നിന്ന് പുറത്ത് രക്ഷപ്പെട്ടതിന് അത് ലോക്ക് മാസ്റ്ററുടെ കൈ മാത്രമല്ല, അയാളുടെ കാലും തലയും കഴുത്തും കണ്ണുകളും കാത് എല്ലാം ഇൻവോൾവ് ആണ്. ചുരുക്കി പറഞ്ഞാൽ അവരാണ് ഇലക്ട്രിക് ഗേറ്റ്സും ബാർസും ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് എല്ലാവരും ഓടിപ്പിച്ചു. പക്ഷേ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? എനിക്ക് മാത്രമല്ല, ഇപ്പൊ ഈ കാര്യം എല്ലാവർക്കും അറിയാം. ഇന്റർനെറ്റിൽ ലോക്ക് മാസ്റ്റർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ നീ അതൊന്ന് നോക്ക് കിക്കോ. ഇപ്പൊ സൺസിറ്റിയിൽ നടന്ന സംഭവം ഉണ്ടല്ലോ, അത് വെറും ഒരു ഡെമോയാണ്. ലോകമെമ്പാടുമുള്ള കൺട്രീസിൽ നിന്നും ഞാൻ ചോദിച്ച കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഞാൻ സൺസിറ്റിയിലെ ഗേറ്റ് മാത്രമാണ് ഓപ്പൺ ചെയ്തത്. കുറച്ച് പ്രശ്നസ് ആണ് രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ എന്റെ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അപ്പൊ ഞാൻ ലോകമെമ്പാടുമുള്ള എല്ലാ ജയിൽസും എന്റെ ലാപ്ടോപ്പ് മൂലം കൺട്രോൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വിട്ടേക്കും. ഇനി നോക്ക്, കീക്കോയും സൂപ്പർ സ്പീഡോയും ലോകമെമ്പാടുമുള്ള എല്ലാ പ്രശ്നസിനെയും എങ്ങനെ പിടിക്കുമെന്ന് നോക്കട്ടെ. കീക്കോ, ഒരുപക്ഷെ ലോക്ക് മാസ്റ്റർ ലോകത്തിലുള്ള എല്ലാ ജയിലുകളും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലോകത്തിനും വളരെ വലിയ പ്രശ്നമുണ്ടാകുമല്ലോ. ഒരുപക്ഷെ നമ്മൾ അവരെ പിടികൂടിയാലും അവരെയൊക്കെ എവിടെ കൊണ്ടുപോയിടും? അയ്യോ, ഇവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നേ ഇല്ല. ലോക്ക് മാസ്റ്റർ അങ്കിളിനെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അദ്ദേഹം സ്വയം ചെയ്യുന്നതല്ല, ആരോ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നാ. പക്ഷെ കീക്കോ, ഈ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? ഇതൊന്നും അവനല്ല ചെയ്ത, നീ എങ്ങനെ പറയുന്നു? അത് കണ്ടോ, അയാളുടെ കണ്ണട ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആ ഇമേജ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ലോക്ക് മാസ്റ്റർ അങ്കിളുടെ കണ്ണടയിൽ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്, കണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതൊന്നും അദ്ദേഹമായിട്ട് സംസാരിച്ചതല്ല, എഴുതി വെച്ചത് വായിച്ചു പറയാണ്. ഈ ഡള്ളായ ഫേസ് കാണുമ്പോ തന്നെ അറിയാം, തീർച്ചയായും ആരോ അദ്ദേഹത്തെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെന്ന്. നീ പറഞ്ഞത് ശരിയാണ് കിക്കോ. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അയാളെ തേടി കണ്ടുപിടിക്കുന്നത്? വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഹലോ കീക്കോ, ഐ എം മിസസ് ലോബോ, ലോക്ക് മാസ്റ്ററുടെ വൈഫ്. ഹലോ ലോബോ ആന്റി, നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റുമോ? ലോക്ക് മാസ്റ്റർ അങ്കിൾ എവിടെയാ ഉള്ളത്? എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല കീക്കോ. പ്ലീസ്, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അയ്യോ കീക്കോ, സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെതറി കിടക്കുന്നത് കാണുമ്പോ എനിക്ക് തോന്നുന്നത് ഇവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാ.
അതാരാണ് ലോബ ആന്റി? അതാണ് എന്റെ മകൾ ഏഞ്ചൽ. അവളിപ്പോ എവിടെയാ ഉള്ളത്? അതെനിക്കറിയില്ല. ഐ മീൻ, അവളിപ്പോ തന്റെ മുത്തശ്ശന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. പക്ഷെ ആന്റി, ഇത് സ്കൂൾ വെക്കേഷൻ ടൈം അല്ലല്ലോ. അവൾ ഒറ്റയ്ക്കാണോ പോയത്? പ്ലീസ് കീക്കോ, നീ ഇവിടുന്ന് പോകുന്നതാ നല്ലത്. പ്ലീസ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ടെൻഷനിലാ ഉള്ളത്. ലോബ ആന്റി പ്ലീസ്, സംഭവിച്ചതെല്ലാം എന്നോട് തുറന്നു പറയൂ. എങ്കിലേ നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റൂ. കീക്കോ, ഇന്നലെ രാത്രി എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് തിരിച്ചു വന്നോണ്ടിരിക്കുമ്പോ വഴിക്ക് വെച്ച് ആരോ അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയി. അതിനുശേഷം ചിലർ എന്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എന്റെ മകൾ ഏഞ്ചലിനെയും തട്ടിക്കൊണ്ടുപോയി. എനിക്കറിയാം, അവരെന്റെ മകൾ ഏഞ്ചലിനെ ഉപയോഗിച്ച് എന്റെ ഹസ്ബൻഡിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തെ വെച്ച് ജയിൽ ഗേറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്തോണ്ടിരിക്കുകയാണ്. രണ്ടുപേരെ കിഡ്നാപ്പ് ചെയ്തെന്നു, അതായത് ഡബിൾ ട്രബിൾ. മമ്മി, വന്നവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് പോയത്. ആരോടും ഒന്നും പറയരുതെന്നും പറഞ്ഞു. പ്ലീസ് കീക്കോ, എങ്ങനെയെങ്കിലും എന്റെ മകളെയും ഭർത്താവിനും അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്നേ പറ്റൂ. ഐ പ്രോമിസ് ആന്റി, എത്രയും പെട്ടെന്ന് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. എന്നോടൊരു കാര്യം മാത്രം പറയൂ, ആരാണ് അവരെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയത്? അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ആരൊക്കെയോ 4 പേരാണ് എന്റെ വീട്ടിൽ കയറി വന്നത്. എന്നിട്ട് അവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് എന്റെ മകളെ ഒരു റെഡ് കളർ കാറിൽ തട്ടിക്കൊണ്ടുപോയി. ഓക്കെ ആന്റി, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഞാൻ അവരെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാം. ആന്റി നമ്മളോട് പറഞ്ഞത് കിഡ്നാപ്പേഴ്സ് ഒരു റെഡ് കളർ കാറിൽ വന്ന് ഏഞ്ചലിനെ തട്ടിക്കൊണ്ടുപോയിന്നാ. ഈ സൺസിറ്റിയിൽ വെച്ചിരിക്കുന്ന CCTVയുടെ മെയിൻ സെർവറിനൊപ്പം R7 കണക്ട് ചെയ്ത് ഫുട്ടേജസ് ചെക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടും. ഇത് വെച്ച് നോക്കുമ്പോ അവര് നോർത്ത് ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത്. ജൂനിയർ, നമുക്കുടൻ തന്നെ അവരെ ചെന്ന് പിടിക്കാം. ഷെടാ, ചട്പട്ട് അങ്കിൾ, അവര് നോർത്ത് ഡയറക്ഷനിലാ പോയത്. ഒരുപക്ഷെ മെയിൻ റോഡിൽ വെച്ച് അവര് ഡയറക്ഷൻ മാറി പോയിട്ടുണ്ടെങ്കിലോ? ഷെടാ, ചട്പട്ട് അങ്കിൾ, നിക്ക്. വാ സൂപ്പർ സ്പീഡു, നമ്മൾ സൺസിറ്റിയിൽ വെച്ചിരിക്കുന്ന CCTVയുടെ ഫുട്ടേജസ് ഫോളോ ചെയ്ത് ആ റെഡ് കാറിനെ ചേസ് ചെയ്യാം. സൂപ്പർ സ്പീഡോ, ലെഫ്റ്റ്. ഇപ്പൊ റൈറ്റ് കട്ട് ചെയ്യേ. കീക്കോ, ഇതാണ് ആ ലൊക്കേഷൻ. ഹലോ മിസ്റ്റർ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ഏഞ്ചലിനെ എന്നെ ഏൽപ്പിക്കുന്നതാ നല്ലത്. സൂപ്പർ സ്പീഡോ, നീ ഏഞ്ചലിനെ സേഫ് ആയിട്ട് അവളുടെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോയി വിട്ടേക്ക്. എവിടെയാണ് നിന്റെയൊക്കെ ബോസ്? കിക്കോ, നീ ഇവിടെ വന്ന് വളരെ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിന്നെ എന്റെ ആളുകൾ വിട്ടുവെക്കില്ല. കാരണം ഞാൻ അവരെല്ലാവർക്കും ബോസ് ആണ്. ഞാൻ എന്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും അവരത് ചെയ്യും. ലോക്ക് മാസ്റ്റർ,
എനിക്കറിയാം, ഇത് നിന്റെ ഗ്യാങ്ങുമല്ല, നീ അവരുടെ ബോസുമല്ല. നിന്നെ ഉപയോഗിച്ച് വേറെ ആരും മറിഞ്ഞിരുന്ന് കളിക്കാണ്. പക്ഷെ നീ പേടിക്കണ്ട, നിന്റെ മകൾ ഏഞ്ചലിനെ സൂപ്പർ സ്പീഡോ ഇപ്പൊ സേഫ് ആയിട്ട് വീട്ടിലെത്തിച്ചു കാണും. കാര്യാണോ കിക്കോ? താങ്ക് യു സോ മച്ച്. എന്റെ മകള് സേഫ് ആണെങ്കില് പിന്നെ ഞാൻ ആർക്ക് വേണ്ടി പേടിക്കണം പറ? നീ പറഞ്ഞ ശരിയാണ് കിക്കോ. ഞാനൊന്നും ഇവന്മാരുടെ ബോസ് അല്ല, വേറെ ആരോ ആണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കുള്ള ബോസ് ആരാണ്? ജട്ടാൻ സിംഗിന്റെ പ്ലാൻ പാറയേക്കാളും വളരെ സ്ട്രോങ് ആണ്. കിക്കോ, ഈ ചട്ടാൻ സിംഗ് ആണ് ശരിക്കുള്ള ബോസ്. ഇവനാണ് എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഇതുപോലത്തെ തെറ്റായ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. പക്ഷെ ലോകം ഇപ്പൊ വിശ്വസിക്കുന്നത് ഇതൊക്കെ ചെയ്തത് ഞാനാന്നാ. പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഉടൻ തന്നെ കോടാനുകോടി പണം സമ്പാദിക്കണം. അതുകൊണ്ട് ഞാൻ ലോക്ക് മാസ്റ്റർ വെച്ച് ഇങ്ങനെ ഒരു ഗെയിം കളിച്ചു. പക്ഷെ ഇപ്പോ നീ അതിനെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു അല്ലേ? ഇതിനു ശേഷം എനിക്ക് നിന്നെയും ആവശ്യമില്ല, കിക്കോയെയും ആവശ്യമില്ല. ചട്ടാൻ സിംഗിന്റെ പ്ലാൻ പാറകളെക്കാളും വളരെ സ്ട്രോങ് ആണ്. ലോക്ക് മാസ്റ്റർ, നിന്റെ ലാപ്ടോപ്പ് എവിടെയാ ഉള്ളത്? അതിൽ കൂടിയല്ലേ ലോകമെമ്പാടുമുള്ള ജയിലിലെ സെക്യൂരിറ്റി കൺട്രോൾ ചെയ്യുന്നത്? അതാ ബാഗിൽ തന്നെയുണ്ട്. ആ ചട്ടാൻ സിംഗ് അത് എടുത്തുകൊണ്ട് പോയി. കിക്കോ, ആ ലാപ്ടോപ്പിൽ ഗ്രേ കളർ ബട്ടൺ ഉണ്ടാകും. അത് പ്രസ് ചെയ്താൽ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രശ്നവും ഓപ്പൺ ആകും. അങ്ങനെയെങ്കിൽ പിന്നെ ആ ലാപ്ടോപ്പ് എങ്ങനെയെങ്കിലും വീണ്ടെടുത്തേ പറ്റൂ. വാട്ട് എ ടൈമിംഗ് സൂപ്പർ സ്പീഡോ. ചെല്ല്, വേഗം ചട്ടാൻ സിംഗിനെ ഫോളോ ചെയ്യേ. സൂപ്പർ സ്പീഡോ, ഞാൻ ആ ചട്ടാൻ സിംഗിന്റെ കാറിന്റെ മേളിലേക്ക് ചെന്നിട്ട് അവന്റെ കയ്യിലുള്ള ബാഗ് തട്ടിപ്പറിച്ചേക്കാം. നീ അവന്റെ കാറിന് പാരലൽ ആയിട്ട് ഡ്രൈവ് ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും ഈ ലാപ്ടോപ്പിന് വേണ്ടിയല്ലേ എന്നെ ഫോളോ ചെയ്ത് വന്നത്? ഇത് നോക്കിക്കോ, ഈ റെഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ടോട്ടൽ ലോകത്തെയും തലകീഴായി മറിക്കും. ചട്ടാൻ സിംഗിന്റെ പ്ലാൻ പാറകളെക്കാളും സൂപ്പർ സ്ട്രോങ് ആണ്. ആരോടും ക്ഷമിക്കാം, പക്ഷെ വിശ്വാസവഞ്ചന ചെയ്യുന്നവനെ ക്ഷമിക്കുകയോ വിട്ടുവയ്ക്കുകയോ ചെയ്യരുത് എന്ന് വെച്ചാ സേർ ചുരുക്കത്തിൽ പറയാൻ വരുന്നത് യു ആർ അണ്ടർ അറസ്റ്റ്. വാ സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമ്മൾ ഈ ലാപ്ടോപ്പിനെ സൺസിറ്റിയിലെ ബെസ്റ്റ് ആൻഡ് സേഫ് ലോക്കറിൽ കൊണ്ടുപോയി വെക്കാം. അങ്ങനെയാവുമ്പോ പിന്നെ ഇതാരും അടിച്ചു മാറ്റില്ല.